പുറത്തു വന്ന വിവരങ്ങളിലേക്ക് കൂടി പ്രതികരിക്കാൻ OS അംബിക MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി OS അംബിക, ഇപ്പോൾ പോറ്റിയുടെ വീട്ടിൽ അങ്ങ് പോയിട്ടുണ്ടോ? ഞാൻ പോയത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾ അവിടുത്തെ പാർട്ടി സഹാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടില്ല, അല്ലാതെ ഞാൻ പോയിട്ടില്ല. ഒറ്റ തവണയെ പോയിട്ടുള്ളൂ. അച്ഛൻ മരിച്ചിരുന്നു, അങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. മണ്ഡലത്തിലെ ആളായതുകൊണ്ട് പോയി. ഒന്നുകൂടെ പറയാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ മരിച്ച സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. എന്റെ മണ്ഡലത്തിലെ ഒരു വ്യക്തി മരിച്ചപ്പോൾ ഞാൻ അവിടെ പോയതുള്ളത് തന്നെയാണ്. ഒരേ ഒരു തവണയെ പോയിട്ടുള്ളൂ? ഒരേ ഒരു തവണയെ പോയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു, അത് ആരോട് ചോദിച്ചാലും പറഞ്ഞു. അത് ഏത് വർഷമായിരുന്നു ഓർക്കുന്നുണ്ടോ? അത് ഓർമ്മയില്ല. ഞാൻ ഈ പോറ്റിയുമായി എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ബന്ധമുണ്ട് എന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ ബന്ധമുണ്ടോന്ന് എനിക്ക് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും അല്ല, എന്റെ മണ്ഡലത്തില് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒരു ഓട്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ അവിടെ പോയി. അതല്ലാതെ പോറ്റിയുമായി നല്ല പരിചയമല്ലേ? ഒരു ബന്ധവുമില്ല. നല്ല പരിചയമുണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. പരിചയവുമില്ല? ഇല്ല. അപ്പോ മണ്ഡലത്തിലെ വോട്ടർമാരുടെ കുടുംബത്തിൽ മരണമുണ്ടാകുമ്പോൾ സാധാരണ പോകുന്ന ഒരു രീതിക്ക് പോയതാണ് അല്ലേ? OS അംബികയാണ് പ്രതികരിച്ച. OS അംബിക MLA തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്ന നിലയ്ക്ക് പോയതാണ്. ഒരേ ഒരു തവണയെ പോയിട്ടുള്ളൂ. പോറ്റിയുടെ അച്ഛൻ മരിച്ച സമയത്താണ് പോയത് എന്നാണ് ഇപ്പോൾ OS അംബിക പറയുന്നത്. അതല്ലാതെ പരിചയമില്ല എന്നുകൂടിയാണ് പറയുന്നത്. ഇപ്പോൾ റഹീസിലേക്ക് ഒന്നുകൂടി പോകുന്നു. റഹീസ്, ഇപ്പോൾ ആരൊക്കെ പോറ്റിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വിക്രമൻ നായർ അയൽവാസി മൊഴിയായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ OS അംബിക MLA കാര്യവും പറയുന്നു. അത് ഒരു തവണ എന്നാണോ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്? അദ്ദേഹം അതിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ടോ? OS അംബിക മരണ വീട്ടിൽ പോയതാണ്, അതല്ലാതെ ഒരു പരിചയവുമില്ല എന്നുകൂടിയാണ് പറയുന്നത്. സ്മൃതി, OS അംബികയുടെ കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ വിക്രമൻ നായർ നൽകിയിട്ടില്ല. വിക്രമൻ നായർ നമ്മളോട് പറഞ്ഞ 4 പേര് കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ്, OS അംബിക, പ്രയാർ ഗോപാലകൃഷ്ണൻ, ഈ 4 പേരുടെ പേരാണ് പറഞ്ഞത്. ഇതിൽ കടകംപള്ളി സുരേന്ദ്രൻ 2 തവണ വന്നു എന്ന് അദ്ദേഹം പറയുന്നു. അടൂർ പ്രകാശ് കുറേ തവണ വന്നു എന്നാണ് അദ്ദേഹത്തിന്റെ, നിരന്തരം വന്നുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുള്ളത്. പ്രയാർ ഗോപാലകൃഷ്ണനും OS അംബികയും എത്ര തവണ വന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷേ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് അല്പസമയം മുമ്പ് റിപ്പോർട്ടറിനോട് ആറ്റിങ്ങൽ MLA കൂടിയായ OS അംബിക സ്ഥിരീകരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് ഒരു റീസണബിൾ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ മണ്ഡലത്തിൽ ഒരാൾ മരിച്ചു, അത് പോറ്റിയുടെ അച്ഛനാണ്. പക്ഷെ പോറ്റിയെ മറ്റു തരത്തിലൊന്നും അറിയില്ല. ഒരാൾ മണ്ഡലത്തിൽ മരിച്ചു എന്ന നിലയിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാക്കൾക്കൊപ്പം പോയി എന്നാണ് OS അംബിക പറയുന്നത്. OS അംബികയുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലത്ത് ആയതുകൊണ്ട് പോയി എന്ന ഒരു വിശദീകരണമാണ് അവർ നൽകുന്നത്. അത് അങ്ങനെ തന്നെയാണോ എന്ന കാര്യം വ്യക്തതയില്ല. OS അംബിക, നമ്മൾ ഈ രാഷ്ട്രീയക്കാർ അവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ചില പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടിട്ടാണ് എന്തെങ്കിലും ഫംഗ്ഷനാണോ ഇവർ എത്തിയതെന്നൊരു ചോദ്യം വിക്രമൻ നായരോട് ചോദിച്ചിരുന്നു. ഒരു ഫംഗ്ഷനുള്ള സമയത്തല്ല വന്നതെന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. പക്ഷെ അതൊരു ജനറലായ മറുപടിയാണ് നൽകിയത്. അത് എല്ലാവരുടെയും കാര്യത്തിലാണോ, കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ മാത്രമാണോ എന്ന കാര്യത്തിൽ അദ്ദേഹം അത്ര ഡീറ്റെയിൽ ആയി പോയതുമില്ല. ഇത് അങ്ങനെ പറയാൻ, ഈ കാര്യം പറയാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ നിന്നതൊന്നുമല്ല വിക്രമൻ നായർ. അവിടെയുള്ള ആരും ഇക്കാര്യം ക്യാമറയ്ക്ക് മുന്നിൽ പറയുകയുമില്ലായിരുന്നു. ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വന്ന സമയത്ത് വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ തൊട്ട് ചേർന്നുള്ള വീടെന്ന നിലയിൽ വിക്രമൻ നായരുടെ വീട്ടിലേക്കാണ് പോയത്. വിക്രമൻ നായരോടാണ് ഈ പോറ്റിയുടെ അമ്മയുടെ നമ്പർ ചോദിച്ചത്, പിന്നീട് സംസാരിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യമാണ് നമ്മൾ വിക്രമൻ നായരോട് ചോദിച്ചു തുടങ്ങിയത്. അപ്പോൾ ED ഉദ്യോഗസ്ഥർ വന്നു, നമ്പർ ചോദിച്ചു, അവരെ വിളിച്ചു, എടുത്തില്ല എന്ന കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് മുൻകൂട്ടി വിക്രമൻ നായർക്ക് ഇവർ വന്നതിനെ കുറിച്ച് അറിവുണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു. അത് വെച്ച് പെട്ടെന്ന് ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ ഉത്തരം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം അദ്ദേഹം ഈ ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു പെട്ടെന്ന് അദ്ദേഹം സ്തംഭനായി നിന്നിട്ടാണ് മറുപടി നൽകുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അതിൽ ഉത്തരം പറയാൻ തയ്യാറുമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതേക്കുറിച്ച് ഒന്ന് ചോദിക്കുന്നു, പിന്നീട് ED വന്നതിനെ കുറിച്ച് ചോദിക്കുന്നു, പിന്നീട് SIT മഹസർ സാക്ഷി ആക്കിയതിനെ കുറിച്ച് ചോദിക്കുന്നു, വീണ്ടും ഇതിലേക്ക് വരുന്നു. ആ ഒരു സ്ട്രാറ്റജിയിൽ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. അതിനുശേഷമാണ് നമ്മൾ പ്രദേശത്തുള്ള അവിടെ നിരവധി ജനപ്രതിനിധികളായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ
ജനപ്രതിനിധികളായ ആളുകളൊക്കെ ആ ഭാഗത്തുണ്ട്. അവരോടൊക്കെ നമ്മൾ ഈ വിവരങ്ങൾ അന്വേഷിച്ചത്. അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സ്ഥിരമായി പല രാഷ്ട്രീയക്കാരും വരും. കടകംപള്ളി സുരേന്ദ്രൻ വന്ന കാര്യമൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് സംസാരത്തിൽ മനസ്സിലാക്കുകയും ചെയ്തു. ശരി.